മിക്കവാറും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ നടത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഈ പണ്ഡിതൻ പറയുന്നത്. പ്രത്യേകിച്ച് മതപണ്ഡിതന്മാർ ഇതൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോവാറുണ്ട്. പിന്നെ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ഇങ്ങനത്തെ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും ഇത് കേൾക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾ നോക്ക്, ഒരു പുരുഷൻ, നിങ്ങൾ ന്യായമായി നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കും, ഒരു ഫ്ലൈറ്റില് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു ഫ്ലൈറ്റില്, അത് രാജ്യാന്തര വിമാനമാകട്ടെ ആഭ്യന്തര വിമാനമാകട്ടെ ഏതോ ആകട്ടെ, ഒരു ഫ്ലൈറ്റില് ഒരു പുരുഷൻ ഷർട്ടൊന്നും ഇടാതെ കയറിയാൽ എന്താ സംഭവിക്കുക? അവൻ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായി, അല്ലെങ്കിൽ ഭ്രാന്തനായി, അല്ലെങ്കിൽ എന്തോ മാനസിക രോഗിയായി, ഒന്നും അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയിൽ, ഈ പുതിയ ലോകത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ കഞ്ചാവുകാരനായി മാറൂലേ? അതേസമയം എത്രയോ പെണ്ണുങ്ങൾ, എത്രയോ സ്ത്രീകൾ ഇതേപോലെ വസ്ത്രമുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ആ രീതിയിൽ വിമാനത്തിലും ട്രെയിനിലും യാത്ര ചെയ്യുന്നു. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളിൽ കൈകടത്തുന്ന പുരുഷന്മാർ, അല്ലേ? ഇതല്ലേ സംഭവിക്കുക? ഇനി ഇത്രയുള്ള ഒരു നിക്കറിട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു പുരുഷൻ ഫ്ലൈറ്റിൽ കയറിയാലോ നമ്മൾ അവനെ വിളിക്കുന്നത് ഭ്രാന്തനെന്നാണ്. അതേസമയം ഇത്രയുള്ള ഒരു പെണ്ണ് ഇട്ടുകൊണ്ടൊരു ട്രെയിനിലോ ഫ്ലൈറ്റിലോ കയറിയാൽ അവള് പുതിയ ലോകത്താണ്, അവള് പരിഷ്കാരിയാണ്. ഇതാണ് സമൂഹത്തിന് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അകത്തിടുന്നത് നിൽക്കട്ടെ, പുറത്തുപോലും ഇന്ന് നാണം മറയ്ക്കാതെ നടക്കുന്ന ഒരു സമൂഹം. എന്നിട്ടോ ഇതൊക്കെ ആരെങ്കിലും കാണട്ടെ എന്ന് ചിന്തിച്ചിട്ടല്ലേ എന്ത് വന്നാലും, ഈ പറയുന്നതിൽ എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നോക്ക്, ഞാനിപ്പോ തുറന്നിട്ട് നടക്കുന്നത് എല്ലാരും കണ്ടോട്ടെ എന്ന് വെച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ നടക്കുന്നത്. എന്നിട്ട് ആരെങ്കിലും നോക്കിയാലോ അത് ഗുരുതരമായ തെറ്റായി. ഈ നിലയില് സദാചാരമെന്ന് പറഞ്ഞ് ആരും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. സഭ്യതയില്ലാത്ത, അസഭ്യമായ രീതിയിലുള്ള, അശ്ലീലമായ നിലയിലുള്ള ഒരു വസ്ത്രധാരണത്തിലൂടെ ഇന്ന് മുസ്ലിം പെണ്ണ് പേരെടുത്ത് ആരോടൊപ്പം മത്സരിക്കുന്ന ഒരവസ്ഥയിലാണ് മുസ്ലിം പെണ്ണ്.